Hello my dear students, welcome to my channel Your Classroom. ഈ വീഡിയോയിൽ കേരള ഇംഗ്ലീഷ് റീഡറിൻ്റെ 4ാം ക്ലാസ്സിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് പാർട്ട് 1 യൂണിറ്റ് 1 ദ സീഡ് ഓഫ് ട്രൂത്ത് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് ദ വറി. മൊത്തത്തിൽ ഈ ലെസൺ 9 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ദ വറി, a proclamation, seed of hope, the disappointment, to the palace, lovely flowers, empty pot, a smile, the prince. ഇത്രയും ഭാഗങ്ങളായിട്ടാണ് ഈ ലെസൺ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് ദ വറി. അപ്പോൾ ദ വറിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഞാൻ വായിക്കാൻ പോവാണ്, എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. വിദ്യാധര പറഞ്ഞൊരു വ്യക്തി ഗാന്ധാര എന്ന പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ രാജാവായിരുന്നു. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം ഒരു വളരെ ന്യായമായ കാര്യം ചെയ്യുന്ന ആളായിരുന്നു, വളരെ നല്ല രീതിയിൽ രാജ്യം ഭരിക്കുന്ന ആളായിരുന്നു, അതുകൂടാതെ നല്ല അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. വൈസ് കിങ്. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും താല്പര്യപ്പെട്ട കാര്യം ഗാർഡനിങ് ആയിരുന്നു. ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടെൻഡിങ് ഹിസ് ഗാർഡൻ, പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്, ഫ്രൂട്ട് ട്രീസ്, വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ്. അദ്ദേഹം വളരെയധികം സമയം ഈ തോട്ടം പരിപാലിക്കാനായിട്ട് ചിലവാക്കിയിരുന്നു. പരിപാലിക്കുക, ടെൻഡിങ്. ഓക്കെ. പിന്നെ നല്ല ചെടികൾ കുഴിച്ചിടുക, പഴങ്ങൾ ഉണ്ടാകുന്ന മരങ്ങൾ കുഴിച്ചിടുക, പച്ചക്കറികൾ നടുക, ക്രോപ്സ് അതായത് ധാന്യങ്ങളുടെ കൃഷി ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നല്ല രാജാവായിരുന്നു. ഓക്കെ. സോ അത് കാരണം ഹിസ് പീപ്പിൾ വാസ് വെരി ഹാപ്പി. ഓക്കെ. ആ രാജ്യത്തെ പ്രജകളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. പക്ഷേ ഇദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. ആസ് ദ കിങ് ഗ്രൂ ഓൾഡർ എവ്രി വൺ ഗോട്ട് മോർ ആൻഡ് മോർ വറീഡ്. അപ്പോൾ ഇദ്ദേഹത്തിന് വയസ്സാകും തോറും ആ രാജ്യത്തെ ആൾക്കാർക്കൊക്കെ വല്ലാതെ വിഷമം തോന്നാൻ തുടങ്ങി. എന്താണ് കാരണം? ഹൂ വുഡ് ടേക്ക് ഓവർ ദ കിങ്ഡം ആഫ്റ്റർ ഹിം. ഈ രാജ്യത്തിൻ്റെ ഭരണം ആരേറ്റെടുക്കും ഇദ്ദേഹത്തിന് ശേഷം എന്നുള്ളൊരു ചിന്ത വന്നത് കാരണം എല്ലാവർക്കും വറിയായി, വളരെ വിഷമായി. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് വാസ് ദ ഹോബി ഓഫ് ദ കിങ്? ഈ രാജാവിൻ്റെ ഹോബി എന്തായിരുന്നു? ഈ ഹോബി എന്തായിരുന്നു? ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. അപ്പോൾ നമ്മളെങ്ങനെ ഉത്തരം എഴുതും? ദ ഹോബി ഓഫ് ദ കിങ് വാസ് ഗാർഡനിങ്. അത്ര എഴുതിയാൽ മതി. ഓക്കെ. അടുത്തത്, ദ കിങ് ഡിഡ് നോട്ട് ഹാവ് എനി ചിൽഡ്രൻ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കിങ്ഡം? ഹൗ വിൽ ദ കിങ് ഫൈൻഡ് ഹിസ് സക്സസർ? ഈ രണ്ട് ചോദ്യത്തിന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ എൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. എ പ്രൊക്ലമേഷൻ. ഈ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യുക. പണ്ട് രാജഭരണ കാലത്ത് ഒരു കാര്യം അവിടുത്തെ പ്രജകളെ അറിയിക്കണമെങ്കിൽ രാജാവ് എന്താ ചെയ്യുക? രാജകൊട്ടാരത്തിലെ മന്ത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അതൊരു വലിയ നോട്ടീസുമാരി എഴുതി ചുരുളുമാരി എഴുതിയിട്ട് ഇത് കൊണ്ടുപോയി ഒരു ജംഗ്ഷനിൽ പോയി അവിടെ ചെണ്ട കൊട്ടി ആൾക്കാരെ കൂട്ടി എന്നിട്ട് ഇത് വായിച്ച് കേൾപ്പിക്കും. അങ്ങനെയാണ് പണ്ട് വിളംബരം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു വിളംബരം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത്. നമ്മളൊന്ന് നോക്കാം. ടു ഫൈൻഡ് എ സക്സസർ ദ കിങ് തോട്ട് ആൻ ഐഡിയ. ഓക്കെ. ടു ഫൈൻഡ് എ സക്സസർ ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. ഒരു സക്സസറെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കിങ് ഒരു ഐഡിയ എടുത്ത് എന്താ എടുത്തത്? ഹി ഡിസൈഡഡ്. അദ്ദേഹം തീരുമാനിച്ചു. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ഈ രാജ്യത്തിലെ എല്ലാ കുട്ടികൾക്കും ഞാൻ ഓരോ വിത്ത് കൊടുക്കും. ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദ ബിഗസ്റ്റ് ഹെൽത്തിയസ്റ്റ് പ്ലാൻ വിൽ ബിക്കം ദ പ്രിൻസ് ഓഫ് പ്രിൻസസ്. അപ്പോൾ ഈ വിത്ത് വളരെ വലിയതും നല്ല ആരോഗ്യമുള്ള ചെടിയായി വളർത്തി കൊണ്ടുവരുന്ന ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക്, അതായത് ആൺകുട്ടിയാണെങ്കിൽ പ്രിൻസ് ആവും, പെൺകുട്ടിയാണെങ്കിൽ പ്രിൻസസ് ആവും, അങ്ങനെ തിരഞ്ഞെടുക്കും. ഇവർക്ക് 3 മാസം കൊടുത്തു. ദേ ക്യാൻ ടേക്ക് 3 months ഫോർ ഇറ്റ്. അവർക്ക് 3 മാസം സമയം കൊടുത്തു. ഓക്കെ. ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ പ്രൊക്ലമേഷൻ. അങ്ങനെ ഈ കാര്യം വിളംബരം ചെയ്യാനായിട്ട് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അപ്പം ഇവിടുത്തെ ഈ പാരഗ്രാഫിൽ നമുക്ക് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഹൗ വിൽ ദ കിങ് ഫൈൻഡ് ഹിസ് സക്സസർ? ഈ രാജാവ് അദ്ദേഹത്തിൻ്റെ സക്സസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ആൻസർ നമ്മൾ എന്താ ചെയ്യാം? ദ കിങ് വിൽ ഫൈൻഡ് ഹിസ് സക്സസർ ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് seeds to all the children in the country, and the child who grows the biggest healthiest plant will become the prince or princess. അതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ.
ഈ പാരഗ്രാഫിൽ ഒരു ഉത്തരമുണ്ട്, ചോദ്യമുണ്ട്. വൈ ഡിഡ് ദ കിങ് ചൂസ് സച്ച് എ ടെസ്റ്റ് ടു ഫൈൻഡ് ദ സക്സസർ? ഇതുപോലൊരു ടെസ്റ്റ് എന്തിനാണ് ഈ രാജാവ് തിരഞ്ഞെടുത്തത്? അതിൻ്റെ ഉത്തരം നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അടുത്ത ഭാഗം എന്താണ്? സീഡ് ഓഫ് ഹോപ്പ് എന്നാണ് പറയുന്നത്, പ്രതീക്ഷയുടെ വിത്ത്. ഓക്കെ, ഇത് നമുക്ക് വായിക്കാം. The next day, a long queue of anxious parents and children formed outside the palace. അടുത്ത ദിവസം എന്താ സംഭവിച്ചത്? ആങ്ഷ്യസ്, വളരെ ആകാംക്ഷയോടെ പാരൻസ് ആൻഡ് ചിൽഡ്രൻ, രക്ഷിതാക്കളും കുട്ടികളും ഒരു ലോങ് ക്യൂ ആയിട്ട് രാജധാനിക്ക് പുറത്തു നിന്നു. എവ്രി വൺ വാസ് ഈഗർ ടു ഗെറ്റ് എ സീഡ് ആൻഡ് ഗ്രോ ദ ബെസ്റ്റ് പ്ലാന്റ്. എല്ലാവർക്കും ഒരു വിത്ത് കിട്ടണം, അത് പെട്ടെന്ന് തന്നെ മുളപ്പിച്ച് നല്ല പ്ലാന്റായിട്ട് മുളപ്പിച്ചിട്ട് രാജാവിന് കാഴ്ചവെക്കണം. ഇതായിരുന്നു എല്ലാവരുടെ ആഗ്രഹം. പിങ്കാല, എ പുവർ ഫാമേഴ്സ് സൺ, വാസ് വൺ എമംഗ് ദീസ് ചിൽഡ്രൻ. പിങ്കാല എന്നൊരു മകൻ, ഒരു കുട്ടി ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അവൻ ഒരു വളരെ സാധുവായ ഒരു കർഷകൻ്റെ മകനായിരുന്നു. ഹീ ടു ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ് ആൻഡ് സോഡ് ഇറ്റ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. അവനും ഒരു സീഡ് കിട്ടി. അവൻ ആ സീഡ് അവൻ്റെ തോട്ടത്തിൽ ഒരു ചട്ടിയിൽ നട്ടു. സോഡ്, നട്ടു. ഹീ ടു ഗുഡ് കെയർ ഓഫ് ദ സീഡ്. അവൻ ആ വിത്തിനെ നല്ലോണം പരിപാലിച്ചു. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം, രണ്ടര ചോദ്യമുണ്ട്. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ സീഡ് ടു സ്പ്രൗട്ട്? എത്ര ദിവസം ഒരു വിത്ത് മുളയ്ക്കാൻ സമയമെടുക്കും? വാട്ട് കെയർ വിൽ യു ഗീവ് ടു ഗ്രോ എ സീഡ് ഇൻ ടു എ പ്ലാന്റ്? ഒരു വിത്ത്, ഒരു ചെടിയായി മുളപ്പിച്ചെടുക്കാൻ എന്ത് കെയർ നിങ്ങൾ കൊടുക്കും? അപ്പോൾ ഇത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ മാതിരിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉത്തരം നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ അതേമാതിരി വൈ ഡിഡ് ദ കിങ് ചൂസ് സച്ച് എ ടെസ്റ്റ് ടു ഫൈൻഡ് എ സക്സസർ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് തീരുമാനിക്കാൻ കാരണം? അതിൻ്റെ ഉത്തരവും നമുക്ക് പിന്നീട് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗം മുതൽ നെക്സ്റ്റ് വീഡിയോ എടുക്കുക. ഓക്കെ, ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാനും വീണ്ടും വീണ്ടും കാണാനൊക്കെ സൗകര്യമായിരിക്കും. അപ്പോൾ കുട്ടികളെ എല്ലാവരും നല്ലോണം കേട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലോണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിനെ യോർ ക്ലാസ് റൂം എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഞാൻ ഇതേപോലെ എക്സ്പ്ലനേഷനായിട്ട് വരും. ഇതിൻ്റെ അടുത്ത സെക്കൻഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫൈൻ. Thank you for watching and listening to me. All the best.